കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനെ ചോദ്യം ചെയ്ത ലക്നൌ സ്വദേശിയായ അഭിഭാഷകന് സുപ്രീം കോടതി വെള്ളിയാഴ്ച 1,00,000 രൂപ പിഴ ചുമത്തി. ജസ്റ്റിസുമാരായ BR ഗവായ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജിയെ നിസ്സാരവും ജുഡീഷ്യറിയുടെ സമയം പാഴാക്കുന്നതുമാണെന്ന് കണ്ടെത്തിയത്. മോദി കുടുംബ പേര് പരാമർശത്തിന്റെ പേരിൽ ക്രിമിനൽ മാനനഷ്ട കേസിൽ കോടതി 2 വർഷത്തെ തടവിന് ശിക്ഷിച്ചതിന് ശേഷം അയോഗ്യനാക്കപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനെ അഭിഭാഷകൻ അശോക് പാണ്ഡെ വെല്ലുവിളിച്ചു. ജനപ്രാതിനിധ്യ നിയമത്തിന്റെ കാഠിന്യമനുസരിച്ച് കേരളത്തിലെ വയനാട്ടിൽ നിന്നുള്ള MP ആയി രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി 2 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു. സുപ്രീം കോടതി പിന്നീട് വിധി സ്റ്റേ ചെയ്യുകയും തുടർന്ന് അദ്ദേഹത്തിന്റെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ അംഗത്വം പുനഃസ്ഥാപിച്ച ലോക്സഭാ വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അശോക് പാണ്ഡെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ വർഷം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവ് മുഹമ്മദ് ഫൈസലിന്റെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിച്ചതിനെ ചോദ്യം ചെയ്തതിനു ശേഷം അശോക് പാണ്ഡെയുടെ ഹർജി സുപ്രീം കോടതി തള്ളുകയും 1,00,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ലോക്സഭാംഗത്വം നഷ്ടപ്പെട്ടപ്പോൾ ക്രിമിനൽ മാനനഷ്ട കേസിൽ 2 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം ലോക്സഭാ സ്പീക്കർ തന്റെ നഷ്ടപ്പെട്ട അംഗത്വം തിരികെ നൽകിയത് ശരിയായില്ലെന്ന് രാഹുൽ ഗാന്ധിയുടെ പുനഃസ്ഥാപനത്തെ വെല്ലുവിളിച്ച് അശോക് പാണ്ഡെ പറഞ്ഞിരുന്നു. അപകീർത്തി കേസിൽ ശിക്ഷിക്കപ്പെട്ട് 2 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭാംഗത്വം നഷ്ടപ്പെട്ടു. അതിനാൽ സ്പീക്കർ അദ്ദേഹത്തിന്റെ അംഗത്വം പുനഃസ്ഥാപിക്കുന്നത് ശരിയല്ലെന്നും ഹർജിയിൽ പറയുന്നു. 2023 മാർച്ചിൽ മോദി എന്ന കുടുംബപ്പേര് സംബന്ധിച്ച് 2019 ദേശീയ തെരഞ്ഞെടുപ്പിന് മുമ്പായി രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതി രാഹുൽ ഗാന്ധിയെ കുറ്റക്കാരനാണെന്ന് വിധിച്ചതിന് ശേഷം അദ്ദേഹം സെഷൻസ് കോടതിയെ സമീപിച്ചു. അത് ഏപ്രിൽ 20 തന്റെ ശിക്ഷ സ്റ്റേ ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ അപേക്ഷ നിരസിച്ചു. തുടർന്ന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനെ ചോദ്യം ചെയ്ത അഭിഭാഷകന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്.